നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയണം. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്ത് പോസിറ്റീവാകുന്ന ഓരോ കാര്യങ്ങളും കണക്റ്റഡായിട്ട് വരുന്നതായിരിക്കും. അപ്പം ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും ഇതുപോലുള്ള എനർജികളെ കണക്റ്റ് ചെയ്യാൻ പറ്റാത്തവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം. കാരണം ഇതിനകത്ത് ഇൻഫർമേഷൻസുകൾ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയുമില്ല. മാത്രവുമല്ല, നിങ്ങൾ ഒരു പെർഫെക്റ്റ് ആയ, അതായത് ടാറോ റീഡിങ്സ് കേൾക്കാൻ പറ്റാത്തവരും കേൾക്കുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഹീലായ പേഴ്സൺ ആണ് കേട്ടോ. നിങ്ങൾക്കൊരിക്കലും പിന്നെ ഒരു ഗൈഡൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ധൈര്യമായി പോകാവുന്നവരാണ്. അതുകൊണ്ട് ആ ഒരു സമയം തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. മാത്രവുമല്ല, വരാഹി മന്ത്രവും മണി അഫർമേഷൻസും നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് പൂർണ്ണമായും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ ബ്ലോക്കേജുകൾ, നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കേജുകൾ, നെഗറ്റീവ് വ്യക്തികളുടെ എനർജികളെല്ലാം നിങ്ങളിൽ നിന്ന് ഹീലായി കിട്ടും കേട്ടോ. ഒരു പ്രാർത്ഥനയായിട്ട് മാത്രം എടുക്കുക, ആ രീതിയിൽ മാത്രം അതിനെ കാണാൻ ശ്രമിക്കുക. ഇതിനകത്ത് ഇപ്പോൾ അസ്ട്രോളജിക്കൽ സൈൻ നോക്കുമ്പം ഏപ്രിൽ മാസക്കാരുടെയും അതുപോലെ തന്നെ ജനുവരി മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞ് ബാക്കി എല്ലാവർക്കും റെസനേറ്റ് ആവുക തന്നെ ചെയ്യും. ഏസ് ഓഫ് വാൻസ് ആണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അതായത് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചിങ് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നമുക്ക് എപ്പോഴും കിട്ടുന്നത് നിങ്ങളുടെ ലൈഫിൽ കുറേ നമ്മളെ സ്ഥിരമായി കാണുന്ന വ്യക്തികളെ സംബന്ധിച്ച് തന്നെയാണ് കേട്ടോ ആ ഒരു എനർജി കണക്റ്റ് ആവുന്നത്. നിങ്ങളുടെ ജീവിതം മാറുന്നു, നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളത് പ്രായോഗികമാക്കി പ്രയോജനപ്രദമാക്കി എടുക്കാൻ ശ്രമിക്കണം. അതല്ലാതെ നമ്മൾ എവിടെയെങ്കിലും അടച്ചുപൂട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ്, ഭാഗ്യം, ആ ഒരു ഭാഗ്യത്തിൻ്റെ സമയം കഴിഞ്ഞാൽ അവസാനിച്ചു പോകുമെന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത്, അതായത് നമ്മൾ ശരിക്കും പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്കത് അനുഭവയോഗ്യമാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് ഏസ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്കൊരു പുതിയ സ്റ്റാർട്ടിങ് ടൈം ആയിരിക്കുകയാണ്. അതായത് പുതിയൊരു തുടക്കമാണ്. ചെറിയ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസ് അല്ല നിങ്ങളിലേക്ക് വരുന്നത്. അടിസ്ഥാനപരമായിട്ട് പോസിറ്റീവ് ആകുന്ന ഒരു സ്ട്രോങ് ആയ ഒരു അടിത്തറയോട് കൂടിയ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യുന്ന സമയമാണെന്നും, കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ലൈഫ് ലോങ് സക്സസ് എനർജീനെയുമാണ് നമുക്ക് ഈ ഒരു ഏസ് ഓഫ് വാൻസ് എന്ന എനർജിയിലൂടെ കാണാൻ പറ്റുന്നത്. അതായത് ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങളിലെ ബാഡ് കർമ്മകൾ, നിങ്ങൾ അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഒരു വിധി ചേഞ്ച് ആകുന്നു, നിങ്ങളുടെ ഒരു ദശാസന്ധി മാറിക്കിട്ടുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചിലപ്പോൾ നിങ്ങൾ സംശയത്തോടും ബുദ്ധിമുട്ടോടും കൂടിയൊക്കെ സ്റ്റക്കായിട്ട് നിന്നവരുണ്ട്. ഈ ശുക്രദശയെ പോലും ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തികളുണ്ട്. അതായത് കുട്ടി ശുക്രൻ എന്നൊക്കെ പറയും. ആ ഒരു ശുക്രൻ വലിയ പ്രയോജനമില്ലാതെ, രാജയോഗമാണെങ്കിലും ഏത് യോഗങ്ങളാണെങ്കിലും ആ യോഗങ്ങൾ പ്രയോജനം പെടാത്ത വിധം ചെറിയ രീതിയിൽ നമ്മളിലൂടെ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം ഇതിനകത്ത് വളരെ സക്സസ്സും അബണ്ടൻസും ആകേണ്ട വ്യക്തികൾക്ക് തന്നെയാണ് സ്റ്റക്കായി നിന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഒരു സ്ട്രഗിളിങ് എനർജിയുടെ, അതായത് സമയം നോക്കുമ്പോൾ പോസിറ്റീവാണ്, പക്ഷേ നിങ്ങൾക്കതൊന്നും അനുഭവിക്കാൻ പറ്റാതെ പോയ ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ചെറിയ രീതിയിൽ മാത്രം ഭാഗ്യം നിങ്ങളെ കടാക്ഷിച്ചുള്ളൂ. നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ വിജയിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു അബണ്ടൻസ് എനർജിയിലേക്ക് മാറ്റേണ്ട വ്യക്തികൾക്ക് ജീവിതത്തിൽ ചെറിയ രീതിയിൽ തട്ടുകേടുകളൊന്നുമില്ലാതെ കടന്നുപോയ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ആ സിറ്റുവേഷൻസിൽ നിന്നും
നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ തുടക്കം വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ഒരു വിജയം, ഒരു സ്റ്റാർ എനർജി, അതായത് 4 പേരറിയാൻ പാകത്തിന് നിങ്ങൾക്കൊരു ഉയർച്ച വരാൻ പോകുന്നു. അതൊരു ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, ലൈഫിലേക്ക് ഒരു പാർട്ട്ണറിൻ്റെ കടന്നുവരവായിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്, പുതിയൊരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്ന കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരായിക്കോട്ടെ, അതല്ല എങ്കിൽ കരിയർ പരമാകുന്ന എന്തെങ്കിലും സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നഷ്ടങ്ങളും ലാഭങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വന്ന, അതായത് കൂടുതൽ നഷ്ടങ്ങൾ നിങ്ങൾ കൂടുതൽ സൂക്ഷിച്ചാലും ആ സൂക്ഷിക്കുന്നതിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഒരു ലോസ് എനർജിയിലൂടെ കടന്നുപോയ വ്യക്തികളായിക്കോട്ടെ, ആ ഒരു സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾ അതിജീവിച്ചതുകൊണ്ട്, പിടിച്ച് നിന്നതുകൊണ്ട് നിങ്ങളിൽ മാറ്റം വരുന്നത്, അതായത് ഒരു ജഡ്ജ്മെൻറ്റ്, ന്യായം നിങ്ങൾക്ക് ഡിവൈൻ നൽകുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ഫാമിലിയുടെ പ്രാർത്ഥന, കൂട്ടമായുള്ള വിശ്വാസം, സഹനം, ഇതിനെല്ലാം ഫലമായിട്ട് നിങ്ങൾക്ക് വലിയൊരു മാറ്റം വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരുപാട് ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ടാവാം കേട്ടോ. ജീവിതത്തിൽ നിങ്ങൾ വലിയ തെറ്റുകളൊന്നും ചെയ്തില്ലെങ്കിലും, ആരോടും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ച് നിന്ന ഒരു സിറ്റുവേഷൻസ്. കാരണം നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയേണ്ട സമയമായിരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻസ്. അതല്ല എങ്കിൽ നിങ്ങളൊരു എലോൺ എനർജിയിലൂടെ കടന്നു പോയത് തന്നെ ഒറ്റപ്പെടലും ഒരു മാറ്റി നിർത്തലും എല്ലാം നിങ്ങൾ നേരിട്ടുവെങ്കിൽ ചില രീതിയിലുള്ള പ്രോബ്ലംസുകൾ, അതായത് എനിക്ക് തോന്നുന്നു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് ശരിക്കും ഒരു സ്റ്റക്നെസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഹെൽത്ത് പ്രോബ്ലംസ് വരെ നിങ്ങൾ അതിജീവിക്കേണ്ടി വന്നു എലോൺ എനർജിയിലെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. വെൽത്ത് എനർജിയുമാണെങ്കിലും അങ്ങനെ തന്നെ ഒരു സെക്യൂരിറ്റി പവർ ഇല്ലാതെ പോയി, അതായത് മറ്റുള്ളവരുടെ ഒരു പ്രൊട്ടക്ഷനോ സംരക്ഷണമോ ഒന്നും ഇല്ലാതിരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ ചിലപ്പോൾ ഈ ഫാമിലി ബന്ധങ്ങളായിരിക്കാം നിങ്ങളെ മാറ്റി നിർത്തിയത്, നിങ്ങളുടെ കുടുംബത്തെയും മാറ്റി നിർത്തിയത് കുടുംബങ്ങളായിരിക്കാം, ബന്ധുക്കളായിരിക്കാം. പക്ഷേ ആ സിറ്റുവേഷൻസിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ്, ന്യായം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. കാരണം ഒരു സ്റ്റക്ക് എനർജി ആയിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തുടങ്ങി വെച്ചതിൽ വന്ന എതിർപ്പുകളാവാം, അതല്ലെങ്കിൽ ശത്രുതാഭാവങ്ങളാകാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ക്യാരക്ടർ ബേസ് കൊണ്ട് തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളെ ഒറ്റപ്പെടുത്തിയതാവാം. എന്താണെങ്കിലും നിങ്ങളെ പൂർണ്ണമായിട്ട് സ്റ്റക്കാക്കി കളഞ്ഞു. കാരണം നിങ്ങൾക്ക് സ്വയം തോന്നി നിങ്ങളാണോ തെറ്റ് ചെയ്തതെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലൂടെ, ഒറ്റപ്പെടലിലൂടെ, അതല്ലെങ്കിൽ ഒരു സ്തംഭന അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയ സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അവിടെയാണ് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒരു അബണ്ടൻസ് വരുന്നുണ്ട് കേട്ടോ, ഒരു സെൽഫ് ഡിസിപ്ലിനും സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത, നിങ്ങൾ നിക്ഷേപിച്ച ചില കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു അബണ്ടൻസ് വരുന്നുണ്ട്. ഒരു സാമ്പത്തിക ഭദ്രത, ഒരു എന്താ പറയുക, ഈ ഉറുമ്പുകൾ ശേഖരിക്കും പോലെ കുറേശ്ശെ നിങ്ങൾ സൂക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സാമ്പത്തികം മറ്റാരുടെയൊക്കെ കയ്യിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നൊരു സിറ്റുവേഷൻസ്. അതായത് വളരെ വിശ്വാസത്തോടു കൂടിയും അതുപോലെ അല്ലെങ്കിൽ വളരെയധികം ഒരു ചെറിയത് മുടക്കി ലാഭം കൊയ്യുക എന്ന സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ ഫിനാൻസ് സംബന്ധമാകുന്ന എന്തെങ്കിലുമൊക്കെ പരിപാടികൾ പ്രോസസ്സ് ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ നിങ്ങൾക്കൊരു വിജയമാണ്. അതുപോലെ കരിയർ പാതയിലാണെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു അബണ്ടൻസ് വരുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ സാലറിയുടെ ചേഞ്ചിങ് വന്നതാവാം, നിങ്ങളുടെ ഇരിക്കുന്ന പൊസിഷനിൽ ഒരു ചേഞ്ചിങ് വരുന്നതാവാം. എന്താണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ചെയ്ത, നാളേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്ത കാര്യത്തിന് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അസൂയയും അത്ഭുതമൊക്കെ തോന്നുന്ന രീതിയിൽ നിങ്ങൾ കരിയർ പാതയിലൊരു വിജയത്തിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ എനിക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ക്യാരക്ടർ ബേസാണ് നിങ്ങളൊരു ബൗണ്ടറി തീർക്കുന്നു. ഇമോഷണൽ പരമായിട്ട് നിങ്ങളിപ്പം ഒരുപാട് എക്സ്പീരിയൻസ് അനുഭവിച്ചു. ചിലപ്പോൾ എല്ലാവരെയും വളരെയധികം കണക്റ്റ് ചെയ്യാനും ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഇറങ്ങി തിരിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കിപ്പം ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഒരു ഫെമിനിയൻ എനർജിയുടെ ഒരു സ്ട്രോങ് ആയ ഒരു കൈകടത്തൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓവർ കരിയർ പാതയിലാണെങ്കിലും ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങൾ ഓവറായിട്ട് സ്റ്റക്കാക്കുക, അല്ലെങ്കിൽ കൺട്രോളിങ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങളെ മറ്റേതെങ്കിലുമൊക്കെ രീതിയിൽ വളരെ മോശമായിട്ടും ചെറുതായിട്ടും ചിത്രീകരിക്കുന്ന ഒരു സിറ്റുവേഷൻസുകൾ, നിങ്ങളെ പാടെ പൂർണ്ണ
പൂർണ്ണമായിട്ടും തകർത്ത് കളയുന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ടും ആ സിറ്റുവേഷൻസിലൊക്കെ ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് ഒരു ബൗണ്ടറി തീർക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇനി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻസ്, ഇമോഷൻസ് ഉണ്ട്, നിങ്ങളിലെ ഇമോഷൻസ് ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. പക്ഷേ എല്ലാത്തിനും ഒരു പരിധി വേണമെന്നുള്ള ഒരു ചിന്ത മാത്രവുമല്ല, ഇങ്ങോട്ട് കിട്ടാത്തത് അങ്ങോട്ടേക്ക് കൊടുക്കണ്ട എന്നുള്ള ഒരു മാനസികമാകുന്ന ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ വന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് കാണുന്നു, നിങ്ങൾ ഓവറായിട്ട് കുറ്റപ്പെടുത്തിയവരും നിങ്ങളെ ഓവറായിട്ട് തെറ്റായ മാർഗങ്ങളിലേക്ക് ഗൈഡ് ചെയ്തവരുടെ എല്ലാം പ്രസൻസ് കാണുന്നുണ്ട് കേട്ടോ. മാത്രമല്ല, എന്തെങ്കിലും ടീം വർക്ക് എനർജിയിലൂടെയൊക്കെ കടന്നുപോയി, കരിയർ പാതയിൽ കടന്നുപോയതിൻ്റെ ഫലമായിട്ട് നിങ്ങളെ മിസ്യൂസ് ചെയ്ത ചില സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട്. നിങ്ങളെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നഷ്ടങ്ങളും മുന്നോട്ടേക്കുള്ള സ്റ്റക്നെസ് ഒക്കെ നിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിയ ചില സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട്. അവിടെയെല്ലാം നിങ്ങൾക്ക് ശരിക്കും ഒരു ബൗണ്ടറി തീർത്തോളാനുമാണ് നമുക്ക് ഗൈഡൻസ് തരുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾ പോസിറ്റീവാണ്. നിങ്ങൾ എന്ത് ചെയ്തോളുക, മുന്നോട്ടേക്കുള്ള യാത്രയിൽ എപ്പോഴും ഒരു ഇമോഷണൽ, മറ്റുള്ളവരോട് തോന്നുന്ന ഇമോഷൻസിൻ്റെ ഫലമായിട്ട് നിങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടേ ഉള്ളൂ. ബൗണ്ടറി തീർത്ത് മുന്നോട്ടേക്ക് പോകുക. കൂടാതെ തന്നെ നമുക്കിവിടെ കാണുന്നത് സ്ട്രോങ് ആകുന്ന ചില എനർജികൾ, ക്യൂൻ ഓഫ് വാൺസ് ആണ് കേട്ടോ. ജീവിതത്തിൽ ചില പുതിയ തുടക്കങ്ങൾ, പുതിയ മാറ്റങ്ങൾ, അത് റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ മറ്റ് സാഹചര്യങ്ങളിൽ, അതായത് കരിയർ പാത ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ഫാമിലിക്കുള്ളിലായിക്കോട്ടെ, നിങ്ങളെ സംബന്ധിച്ചൊരു പുതിയ തുടക്കം, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലൂടെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ പറ്റും, പുതിയൊരു തുടക്കത്തിലേക്ക്, സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റും. അതിൻ്റെ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അതിൻ്റെ ചില ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുന്നും പിന്നും നോക്കാതെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് യാത്ര ചെയ്യാം എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ഗൈഡൻസ് ആണ്, നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന കരിയർ പാത എന്ന് പറയുന്ന സിറ്റുവേഷൻസിനൊക്കെ ഒരു സക്സസ് വരാൻ പോകുന്നത്, വരുത്താൻ സാധിക്കുന്നത്. മുന്നും പിന്നും നോക്കാതെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ഡിവൈൻ്റെ തന്നെ സപ്പോർട്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഈ നല്ലൊരു സൗഹൃദ ബന്ധമോ അല്ലെങ്കിൽ മറ്റേതോ ഒരു പേഴ്സൻ്റെ എനർജിയും നിങ്ങളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യുന്നുണ്ട്. വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാം എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ കാത്തിരുന്ന ചില ഇമോഷൻസുകൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു റിലേഷൻ ബേസ് ചെയ്ത് നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആവണം എന്നൊരു മാര്യേജ് എനർജിയിലേക്കൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് ഉടനെ തന്നെ നിങ്ങൾക്കൊരു വിവാഹ യോഗം കാണുന്നുണ്ട്. അതൊരു തേർഡ് സിറ്റുവേഷൻസിന് ബേസ് ചെയ്ത് നിന്ന ഒരു സാഹചര്യമാണ് നിങ്ങളിലേക്ക് പൂർണ്ണമായും കണക്റ്റഡ് ആകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ചിലരെ സംബന്ധിച്ച് മദർ എനർജി ആയിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ മദർ എനർജിയുടെ ക്യാരക്ടറിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അബണ്ടൻസ്, ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളോടും മറ്റു ഭൗതിക സുഖ കാര്യങ്ങളോടെല്ലാം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് ആണ് ഒരു തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് കാണുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ലോസ് അല്ലെങ്കിൽ സമയനഷ്ടങ്ങൾ വരുത്തിയ സാഹചര്യം കാണുന്നുണ്ട്. എന്താണെങ്കിലും അത് കുടുംബ ബന്ധത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എസ്കേപ്പിംഗ് എനർജിയാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും ഒരുമിച്ചിനി മുന്നോട്ടേക്കൊരു യാത്ര എന്ന് തന്നെ കാണുന്നത്. അതൊരു തേർഡ് പാർട്ടിയായ ഫെമിനിയൻ എനർജി ആണെങ്കിലും മദർ എനർജി ആണെങ്കിലും ഒരു എൻഡിങ് ടൈമായി നിൽക്കുന്ന സിറ്റുവേഷൻസും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ്. അതായത് ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ടായിരുന്നു. നിങ്ങളെ വേണോ മറ്റേ സിറ്റുവേഷൻസിനെ വേണോ എന്നുള്ളൊരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജിയിൽ നിന്നും നിങ്ങൾക്ക് തന്നെയാണ് മുൻഗണന വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നത്. അത് ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറുടെ തിരിച്ചു വരവ് കാണുന്നത് കേട്ടോ. അതായത് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും തരണം ചെയ്യുമെന്നുള്ള ഉറച്ച ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ചിലരെ സംബന്ധിച്ചൊരു വിവാഹം എനർജിയിലേക്ക് വന്ന് നിൽപ്പുണ്ട്. അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് തേർഡ് സിറ്റുവേഷൻസിൻ്റെ എൻഡിങ് കാണുന്നുണ്ട്. അത് പോലെ തന്നെ നിങ്ങൾക്കൊരു ട്രാവലിംഗ് എനർജി, ഒരുമിച്ച് മുന്നോട്ടേക്ക് ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ചില ഹീലിംഗ് എനർജി, റിലീഫിംഗ് എനർജി, അതുപോലെ തന്നെ ഒരു സ്റ്റെബിലിറ്റി, കൂടാതെ തന്നെ ഒരു ഓവർകം ചെയ്യാനുള്ള ചില സിറ്റുവേഷൻസിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരു ട്രാവലിംഗ് എനർജി, ഫാമിലിപരമായിട്ട് ഒരുമിച്ച് സന്തോഷത്തോടുകൂടി ഉള്ള ഒരു ട്രാവലിംഗ് എനർജി, ഇതെല്ലാം കണക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം, ഒരു പ്രോഗ്രസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ തന്നെ പറയാം. മൊത്തത്തിലൊരു
പൂർണ്ണതയോടുകൂടി ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ട്. അതുപോലെ ചിലരെ സംബന്ധിച്ച് നമുക്ക് കരിയർ പാതയിലൊക്കെ ഒരു പൊസിഷനിലേക്ക് ഉയരാൻ പോകുന്ന നിങ്ങളുടെ ഏകദേശം ഒരു കരിയർ പാതയുടെ ഒരു എൻഡിങ് ടൈം ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സിറ്റുവേഷൻസിലേക്ക് ഉയരാൻ പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കരിയർ പാതയിൽ പ്രൊട്ടക്റ്റഡ് എനർജിയിൽ നിൽക്കുക. വളരെയധികം പ്രൊട്ടക്റ്റഡ് ആയിട്ട് വളരെയധികം സൂക്ഷ്മതയോടുകൂടി തന്നെ ഓരോ പാതയും ഓരോ ചുവടുകളും വെച്ച് മുന്നോട്ടേക്ക് പോകണമെന്നാണ് കാണുന്നത്. കാരണം അതല്ലെങ്കിൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ട്രാപ്പിഡ് എനർജി, ബെർഡൻ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റികളൊക്കെ കരിയർ പാതയെ കണക്ട് ചെയ്ത് ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ച് അതിനേക്കാൾ കൂടിയ ചില കണക്ഷൻസ്, ചില എന്താ പറയുക റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ ചില ബെർഡനുകളൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസൊക്കെ കരിയർ പാതയെ ബേസ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ. കരിയർ പാതയിൽ വളരെ ശ്രദ്ധിക്കണം. പ്രൊട്ടക്റ്റഡ് എനർജിയിൽ തന്നെ നിൽക്കണം. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു മസ്കുലൻ എനർജി, ഒരു മെയിൽ എനർജിയുടെ നെഗറ്റിവിറ്റി നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് ശ്വാസം മുട്ടിക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ശത്രുതാഭാവത്തിൽ നിൽക്കുന്ന സാഹചര്യവും കരിയർ പാതയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു സ്റ്റക്കാക്കി കളയുന്നു. അതായത് നിങ്ങൾ സ്വയം ഒന്നുമല്ലാത്ത അവസ്ഥയിലൂടെ പോകുന്ന, അതായത് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് അവിടെ ഒരു രീതിയിലും ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നമുക്ക് കാണുന്ന എനർജി ഇമോഷണൽ ബാലൻസ്, നിങ്ങൾ ഇമോഷണലി ഒന്ന് പോസിറ്റീവ് ആകുക എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കരിയർ പാതയിൽ ഏതെങ്കിലും നിങ്ങളെക്കാൾ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി നേരിടേണ്ടി വരുന്നുണ്ട്, ബർഡൻ ചുമക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒരു ബൗണ്ടറി തീർക്കുക ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ ബന്ധത്തിലെന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആവാൻ ശ്രമിക്കുക. വെല്ലുവിളികളെ അതിജീവിക്കണം. അതായത് മൈൻഡ് പവർഫുൾ ആക്കി എടുക്കാനാണ് നമുക്ക് ഡിവൈൻ കാണുന്നത്. അതുപോലെ ഇമോഷണൽ ബാലൻസ്, പാസ്റ്റിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി എന്തെങ്കിലും നിങ്ങളിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്ന് പുനർവിചിന്തനം ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളതൊന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ എന്തെങ്കിലും ഗുഡ് ന്യൂസ് എനർജിക്ക് വേണ്ടിയിട്ട്, അതായത് ഫാമിലി പരമാകുന്ന, ലീഗൽ പരമാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസ്, അതായത് നിങ്ങളുടെ ഫാമിലിക്കുള്ളിലോ നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു റീബർത്ത് എനർജിക്ക് വേണ്ടിയിട്ട്, വീണ്ടും ഒരു തുടക്കം ലൈഫിലേക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും കാലതാമസത്തെ കാണിക്കുന്നു കേട്ടോ. ഒരു ടോക്സിക് സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ടോക്സിക് എനർജിയിൽ നിന്നും കുറച്ച് സമയമെടുക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരു ഗുഡ് ന്യൂസ് വരാനെന്നാണ് കാണുന്നത്. അപ്പം ഫാമിലി പരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, പോസിറ്റീവ് ആകുക. നിങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനെ തിരുത്താൻ ശ്രമിക്കുക. കാരണം നമുക്കൊരു ഹാർഡ് വർക്കിംഗ്, അതായത് ഒരു ടൈം എടുക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്, ഡിലേ എനർജിയാണ് കാണുന്നത്. പക്ഷേ ഇമോഷണൽ ബാലൻസും ഹാപ്പിനെസ്സും അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു സാഹചര്യം ഒരു ടോക്സിക് ആണ് കേട്ടോ. ബ്ലോക്കിംഗ് ആണ്. പെട്ടെന്നത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവില്ല. കുറച്ച് സ്ട്രെസ് എനർജി ഉണ്ട്. കാരണം ഇതിനകത്ത് മറ്റാരുടെയൊക്കെയോ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്. നിങ്ങൾക്കിടയിൽ മറ്റാരൊക്കെയോ കൈകടത്തിയ ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇമോഷണൽ പരമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒന്ന് പിന്മാറേണ്ട സമയവുമാണ്. മാത്രവുമല്ല ഒരു കർമ്മ നേരിടുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയാവാം, മുൻകാലങ്ങളിലെ ചില പ്രവർത്തികളുടെ കർമ്മയാവാം. ഒരു എലോൺ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഏകദേശം ഒരു 40 എബോവിനുള്ള ആളുകളുടെ എനർജിയാണ് കേട്ടോ ഈ ഒരു ലീഗൽ പരമാകുന്ന ഒരു പ്രശ്നത്തിൽ പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് കൂടുതലും മെയിൽ എനർജിയാണ് സ്ട്രഗിളിങ് ചെയ്യേണ്ടതായിട്ടും എലോൺ എനർജിയിലായി പോകുന്നതായിട്ടും കാണുന്നത്. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് വന്നു ചേരും കേട്ടോ. ഒരിക്കലും നൈറ്റ് ഓഫ് കപ്സ് ആണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് ജസ്റ്റ് മൂവ് ഓൺ ചെയ്താൽ പോലും നിങ്ങളിലേക്ക് ആ ഒരു ബന്ധം തീർച്ചയായിട്ടും കണക്റ്റഡ് ആയിട്ട് വരും. അതായത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക, മാനിഫെസ്റ്റിംഗ് ചെയ്യുക, നിങ്ങൾ പുതിയൊരു ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുക. അതായത് വീണ്ടും ഒരു തിരുത്തൽ,
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരുത്തലിൻ്റെ ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന റൊമാൻസ് ആണ് കേട്ടോ, സ്നേഹം. അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം റൊമാൻസ്, അതായത് ഒരുപാട് സന്തോഷിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു യോഗം കാണുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് കാത്തിരിക്കുന്നത്, വെയിറ്റിംഗ് ചെയ്യുന്നത്, ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് ആ ഒരു കാര്യം വന്നു ചേരും. നിങ്ങളോട് വെയിറ്റിംഗ് ചെയ്യണമെന്നാണ് പറയുന്നത്. ക്ഷമയോടുകൂടി കാത്തിരിക്കുക. പീസ്ഫുൾ റെസൊല്യൂഷൻ, സമാധാനപരമായിട്ട് ചിന്തിക്കുക. എടുത്ത് ചാടാതെ ഇരിക്കാൻ ശ്രമിക്കുക. ഒരു കാര്യങ്ങളിലും പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്ന മെസ്സേജ് കേട്ടോ. അപ്പം റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.